ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ദിവസം ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ വേണ്ടിയാണ്. പല്ലൊക്കെ തേച്ച് ഞാൻ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ദേ മുറ്റത്തോട്ട് നോക്കിയപ്പോൾ നല്ല വെളിച്ചം, എന്താണ് വെയിലുണ്ടെന്ന്. 2-3 ദിവസമായി നമ്മളിവിടെ മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്നിതാ കുറച്ചൊരു വെട്ടം കാണുന്നുണ്ട്. ദേ അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറിയിട്ട്, അപ്പോൾ ഉമ്മ നേരത്തെ അടുക്കളയിൽ കയറി. അപ്പോൾ അതിൻ്റെ പുറകെ നമ്മളൊക്കെ ഉമ്മയെ സഹായിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഇവിടെ ഒറട്ടിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ, എൻ്റെ വീട്ടിലൊക്കെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലാണ് കേട്ടോ ഒറട്ടി ഉണ്ടാകുന്നത്. ഇവിടെ വന്നപ്പം സിമ്പിളാണ്, ഡെയിലി ഇവിടെ മിക്ക ദിവസവും ഒറട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ടെറസിൻ്റെ മണ്ടയിൽ കയറിയിട്ടുണ്ട്. കാരണം ഒരുപാട് തുണികൾ വിരിക്കാനുണ്ടായിരുന്നു കേട്ടോ. തുണികളൊന്നും ഇന്ന് കഴുകിയതല്ല കേട്ടോ. തുണികളൊക്കെ 2-3 ദിവസമായി കഴുകി വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്, മഴ കാരണം ഒന്നും വിരിച്ചിടാനോ ഉണക്കാനോ ഒന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് കുറച്ച് വെയിൽ കണ്ടപ്പോഴാണ് ഞാൻ തുണികളൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത്. കാരണം ഇനിയും അടുത്ത ആൾ തുണി കഴുകിയാണ്. എനിക്ക് ഉണക്കിയതിന് ശേഷമാണ് ഇത്താക്ക് ചേട്ടത്തിക്ക് തുണികൾ കഴുകി വിരിച്ചിടാൻ സ്പേസ് കുറവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് തുണികളൊക്കെ കഴുകി ഉണക്കുന്നത് വളരെ പാടാണ്. അപ്പോൾ ഞാൻ ഉള്ള വെയിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ തുണികളെല്ലാം, എൻ്റെതും ഇമ്മുവിൻ്റെ ഒരുപാട് തുണികളുണ്ടായിരുന്നു. അവൻ കുഞ്ഞല്ലേ, അപ്പോൾ അവൻ ഒരുപാട് ഡ്രസ്സ് മാറ്റി ഇടേണ്ടി വരും. അപ്പോൾ പിന്നെ അതെല്ലാം കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വിരിച്ചിട്ടുണ്ട്. ഇനി മഴ പെയ്യത്തില്ല എന്ന് അറിയാൻ വയ്യ. എന്നാലും ഇന്ന് വലിയ മഴക്കോളില്ല, വെയിലുണ്ട്. അപ്പോൾ പിന്നെ ഈ തുണികളൊക്കെ വിരിച്ചു. ഈ സമയം എൻ്റെ മോൻ എവിടെയെന്ന് വെച്ചാൽ മോൻ നല്ല ഉറക്കമാണ് കേട്ടോ. അതാണ് എനിക്ക് ഈ പണികളൊക്കെ ചെയ്യാൻ കഴിയുന്നത്. കാരണം അവൻ രാത്രി ഉറങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ 1 മണിയോ 2 മണിയോ ആ ടൈമൊക്കെ ആവും. പിന്നെ അവൻ ഉണർന്നപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അവന് ഫുഡ് കൊടുക്കുകയാണ്. അവന് ഫുഡ് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ. ഞാൻ ആദ്യമേ ഇവന് ഫുഡ് കൊടുക്കാൻ തുടങ്ങി ആ സമയത്തോട്ട് ശീലിച്ചു പോയി. അവൻ കഴിച്ചിട്ട് ഞാൻ പിന്നെ കഴിക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ അവന് ഫുഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ പിന്നെ അധികം അവൻ TV ഒന്നും കാണത്തില്ല കേട്ടോ. എന്തെങ്കിലും കളിക്കാൻ പറഞ്ഞാൽ കളിച്ചുകൊണ്ടൊക്കെ കഴിക്കാൻ പാടാണ്. പിന്നെ ഞാൻ കഴിക്കാൻ എടുത്തു. ഇന്ന് ഒറട്ടി ഞാൻ കാണിച്ചായിരുന്നു. ഒറട്ടിയും സോയാബീൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇനി അടുക്കളയിൽ പണിയുണ്ട്. അടുക്കളയിൽ അടുപ്പ് കത്തിക്കുന്നത് ഏറ്റവും വലിയ പണിയാണ്. ആദ്യമേ ഉമ്മ അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉമ്മ കത്തിച്ചിട്ട് തന്നെ ഒരുപാട് പുക വന്നപ്പോൾ ഉമ്മക്ക് ശ്വാസം മുട്ടലായതുകൊണ്ട് തന്നെ പുക ഒരുപാട് അടിച്ചുകൂടാ. അപ്പോൾ പിന്നെ ബാക്കി ഞാൻ ആ പണി ഏറ്റെടുക്കാമെന്ന് കരുതി അങ്ങനെ തീ എത്തിക്കുകയാണ്. ഒരു വിധത്തിലും കത്തത്തില്ല, ഭയങ്കര പാടാണ്. ഈ മഴയൊക്കെ പെയ്താൽ പിന്നെ ഒരു രക്ഷയില്ല. ഈ മഴത്തുള്ളി വെള്ളമൊക്കെ വീണ് പിന്നെ കത്തിക്കാനൊക്കെ നല്ല പാടാണ്. നമ്മൾ പിന്നെ മണ്ണെണ്ണ അങ്ങനെ അതൊക്കെ യൂസ് ചെയ്താണ് കത്തിക്കുന്നത്. പിന്നെ നമ്മൾ അടുപ്പൊക്കെ പഴയതാണ്. നമ്മളെ വീട് ഒരുപാട് നാളായി പണി ചെയ്തിട്ട് ഒരുപാട് പണി പൂർത്തീകരിക്കാണ്ട് പിന്നെ നമുക്കൊരു പുതിയൊരു വീട് വെക്കാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു പുതിയ വീട് വെക്കും. പിന്നെ അതേ മീൻ കിട്ടിയായിരുന്നു. അപ്പം ഉമ്മ മീൻ വെക്കുകയാണ്. ഇന്ന് നമുക്കൊരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു മാമ മരിച്ചിട്ട് ഇന്ന് 3 അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ പിന്നെ ചോറും മീൻകറിയും എന്തിനാണ് വെക്കുന്നത് വെച്ചാൽ മക്കളൊന്നും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയാലൊന്നും ഫുഡൊന്നും കഴിക്കത്തില്ല. പിന്നെ അവർക്ക് വേണ്ടിയാണ് കുറച്ച് ചോറും മീൻകറിയും വെച്ചേക്കാമെന്ന് കരുതി. വൈകിട്ട് വന്നിട്ട് കൊടുക്കട്ടെ. പിന്നെ എനിക്ക് കുറച്ച് വീണ്ടും പണിയുണ്ടായിരുന്നു. അവിടെ അടിച്ചു വാരാനും വലയടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് രാവിലെ ഇവിടെ വീട്ടിലുള്ളപ്പം ജിമ്മിന് പോകും കേട്ടോ. പിന്നെ ജിമ്മിന് പോയിട്ട് വരുന്നത്. അപ്പോൾ ജിമ്മിന് പോയിട്ട് വന്നപ്പോഴത്തേ ഒരാളും കൂടെ ഉണ്ട്. എൻ്റെ മോൻ. അവൻ വന്നിട്ട് ആദ്യം വന്നിട്ട് അവനെയും കൊണ്ട് വീണ്ടും പോയതാണ്. കാരണം വരുമ്പം വണ്ടി എടുക്കുക, അപ്പോൾ അവനും വണ്ടിയിൽ കയറണം, ഇല്ലെങ്കിൽ അവിടെ സീനാക്കും. അപ്പം ഞാൻ അവനെ ഇറക്കാനൊക്കെ പോവുകയാണ്. ആര് കേൾക്കാൻ, അവൻ കേട്ട ഒരു ഭാവവും ഇല്ല. അവൻ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഫുള്ള് ഇമ്മുവിൻ്റെ പിറകെ ബിസിയാണ്. അവൻ്റെ പിറകെ ഓട്ടം. അതാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. വണ്ടി നിറക്കാൻ വേണ്ടി ഞാൻ അവന് കുറച്ച് പൈപ്പൊക്കെ തുറന്ന് കുറച്ച് ഓസിൽ വെള്ളം കൊടുത്തു. വെള്ളം അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെള്ളത്തിൽ കളിക്കും. എന്നിട്ട് വെള്ളത്തിൽ കളിച്ച് അകത്ത് കയറ്റി എങ്ങനെയെങ്കിലും ഫുൾ നനഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഡ്രസ്സൊക്കെ മാറ്റിയത്. പിന്നെ ഇക്കുമായിട്ട് കളിക്കുകയാണ്. ഇതവന് വല്ലപ്പോഴും കിട്ടുന്ന അവസരമാണ് കേട്ടോ. കാരണം ഇക്കുവിൻ്റെ കൂടെ കളിക്കുന്നത്. ഡ്യൂട്ടിക്കൊക്കെ പോയാൽ പിന്നെ ഇക്കുവിൻ്റെ കൂടെ അവന് കളിക്കാനൊന്നും സമയം കിട്ടത്തില്ല. അപ്പോൾ ഉള്ളപ്പോൾ അവർ രണ്ടുപേരും കളിക്കും. അങ്ങനെ കളിച്ച് അടിയൊക്കെ ഉണ്ടാക്കിയാണ്. ഞാനിതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും കേട്ടോ. എനിക്കും കിട്ടും, ഇക്കുവിനും കിട്ടും. അവൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയാൽ അത് 1-1.5 അടിയായിരിക്കും. പിന്നെ അവരവിടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അടുക്കളയിൽ ബാക്കി കുറച്ച് പണിയും കൂടെ ഉണ്ടായിരുന്നു. ഈ പണിയൊക്കെ തീർത്തിട്ടാണ് നമുക്ക് നേർച്ച വീട്ടിൽ പോകാനുള്ളത്. പാത്രം കഴുകാൻ ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു. രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചതും അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ പാത്രം കഴുകുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ പൊതുവേ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്.
പിന്നെ എനിക്കും അതുപോലെയൊക്കെ തന്നെയാണ്, വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പാത്രമല്ലേ, പാത്രം കഴുകിയല്ലേ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താ, എപ്പോഴും ഞാൻ പാത്രം കഴുകണ്ട. ഇവിടെ ചേട്ടത്തിയുണ്ട്. അപ്പോൾ ചേട്ടത്തി ഫ്രീ ആയിരിക്കുമ്പോൾ ചേട്ടത്തി കഴുകും. അങ്ങനെ ആരാണോ ഫ്രീ ആ സമയത്ത് കഴുകാൻ താല്പര്യപ്പെടുന്നത് അവർ കഴുകും. പിന്നെ ഉമ്മാക്ക് കഴുകാൻ പറ്റത്തില്ല. ഉമ്മാക്ക് കാല് വേദന ആയതുകൊണ്ട് നിന്ന് കഴുകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനും ഇത്തായും കൂടെയാണ് കഴുകുന്നത്. അപ്പോൾ അതേ ഫുൾ പാത്രം കഴുകി തീർന്നിട്ടുണ്ട്. ആ സമയത്ത് ഇത്ത അവിടെ പുറത്തുനിന്ന് തുണി കഴുകാൻ കേട്ടോ. അങ്ങനെ എല്ലാ പാത്രങ്ങളും കഴുകിയിട്ട് പിന്നെ എനിക്ക് കുറച്ച് തുണികൾ മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് തുണികളൊക്കെ മടക്കി. ഈ ഞാൻ മുകളിൽ നേരത്തെ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണക്കി കിട്ടിയായിരുന്നു. ഞാൻ ഉണക്കിയെടുത്തതിന് ശേഷമാണ് ഇത്താക്ക് കൊണ്ടുപോയി തുണി വിരിക്കാനുള്ളത്. പിന്നെ ഞാൻ അതൊക്കെ മടക്കി നമ്മളെല്ലാവരും റെഡിയായി അടുത്ത് നേർച്ച വീട്ടിലേക്ക് പോയി. നേർച്ച വീട്ടിൽ പോയി അവിടെ നിന്നാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. ഫുഡ് കഴിച്ച വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ബിരിയാണി ആയിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചത്. മോനാണെങ്കിൽ അവിടെ കിടന്ന് ഓട്ടമാണ്. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്ന് നേരത്തെ ഇറങ്ങേണ്ടി വന്നു കേട്ടോ. കാരണം എനിക്കിനി എൻ്റെ മോനെയും കൊണ്ട് മുടി വെട്ടാൻ കൊണ്ടുപോകണം. അവനും നന്നായിട്ട് മുടി വളർന്ന് കുറച്ച് മുടി വളരുമ്പോൾ തന്നെ അവന് ഈ വിയർപ്പ് നന്ന് ജലദോഷം പിടിക്കും. ഇപ്പോൾ ജലദോഷമുണ്ട്. അങ്ങനെ ഇനി അവനെയും കൊണ്ട് ഞാൻ മുടി വെട്ടാൻ പോവുകയാണ്. പാങ്ങോടാണ് പോകുന്നത്. ഞാനും സാറായും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയാണ് അവനെ കൊണ്ടുപോകുന്നത്. നമ്മൾ പാങ്ങോട്ട് ഫേബിയിലാണ് കേട്ടോ മുടി വെട്ടുന്നത്. അവന് കുഞ്ഞിൽ മുതലേ ഒരു പരുവം ആയത് മുതലേ അവൻ അവിടെയാണ് മുടി വെട്ടുന്നത്. അവിടെ മുടി വെട്ടി അവന് കുഴപ്പമൊന്നുമില്ല, അവൻ കരയത്തൊന്നുമില്ല. കൊച്ചിലേക്ക് നല്ല കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവന് പ്രശ്നമൊന്നുമില്ല, അവിടെ ഇരുന്ന് മുടി വെട്ടിക്കോളും. ആദ്യമൊക്കെ അവന് മുടി വെട്ടുന്ന സമയത്ത് ഫോണൊക്കെ കാണിച്ചു കൊടുക്കണമായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അതേ ഫേബി ഓണായിട്ട് ഫുൾ ഒരുങ്ങിയിട്ടുണ്ട്. പൂവൊക്കെ നിറച്ച് ഫുൾ ഒരുങ്ങിയിട്ടുണ്ട്. നമ്മൾ കയറിയപ്പോൾ തന്നെ ഫുള്ള് ആളായിരുന്നു കേട്ടോ. എല്ലാം ഫുള്ളായിരുന്നു, എല്ലാ സ്ഥലത്തും ആളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അവന് ഞാനൊരു മിഠായിയൊക്കെ മേടിച്ച് കൊടുത്തു അവിടെ ഇരുത്തിക്കാൻ, അല്ലെങ്കിൽ അവിടെ ഫുള്ള് മോടും. പിന്നെ ആളൊഴിഞ്ഞപ്പോൾ നമ്മൾ മുടി വെട്ടാൻ വേണ്ടി കയറ്റി. ആദ്യമൊക്കെ അവൻ എൻ്റെ മടിയിലിരുത്തിയാണ് കേട്ടോ മുടി വെട്ടിക്കുന്നത്, അല്ലെങ്കിൽ അവ ഇരിക്കത്തില്ല. ഇപ്പം പ്രശ്നമില്ല, ഇപ്പം വലിയ ആളായി. അങ്ങനത്തെ മിടുക്കനായിട്ട് മുടി വെട്ടാനൊക്കെ ഇരുന്ന് മുടി വെട്ടി. അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പുതിയ ലുക്കിലാണ് അവൻ ഇറങ്ങിയത്. അപ്പം പിന്നെ അവിടെ വലിയ പ്രശ്നമാക്കില്ല. അവിടെ എല്ലാവരുമായിട്ട് അവൻ നല്ല കമ്പനിയായെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ അവനറിയാം, നമ്മൾ ഒരുപാട് നാളുകൊണ്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവനൊരു അവന് എപ്പോൾ മുടി കിട്ടിയാലും അത് അവൻ്റെ മെയിനാണ് കേട്ടോ. അത് എപ്പോഴും ഞാൻ ഇടിയിപ്പിക്കും. അങ്ങനത്തെ ആൾക്ക് ഇഷ്ടമായപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, എങ്ങനെയുണ്ട് എൻ്റെ ഇമ്മു ബേബിയുടെ ന്യൂ ലുക്ക് എന്ന് പറയണം കേട്ടോ. അപ്പോൾ അവൻ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മളെ ഇക്കു കൊണ്ടുവന്നായിരുന്നു. ഇക്കുവാണ് വിളിക്കാൻ വന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് വീട്ടിൽ വന്നപ്പോൾ പൈനാപ്പിൾ, നല്ല നാടൻ പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൈനാപ്പിളൊക്കെ കഴിച്ചു. ഇനി എൻ്റെ ഇമ്മുവിനെ കുളിപ്പിക്കണം, അവനെ കുളിപ്പിച്ച് ഉറക്കിയിട്ട് ഇന്ന് ഫുള്ള് എല്ലാ സ്ഥലത്തും പോക്കാണ് കേട്ടോ. അങ്ങനെ ഉറക്കി എണീറ്റതിന് ശേഷം എൻ്റെ ഒരു മാമ വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഞാനും ഇത്തായും മക്കളുമായിട്ട് സ്കൂട്ടിയിൽ പോവുകയാണ്. ഉമ്മായും മൂത്ത മോളും സാറായും ചേട്ടത്തിയുടെ മോളും അവർ നടന്നാണ് കേട്ടോ വന്നത്. ഇപ്പോൾ എല്ലാവർക്കും സ്കൂട്ടിയിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സ്കൂട്ടിയിൽ പോയി അങ്ങനെ അവിടെ വന്നു. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വൈകിട്ട് അവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ ഇക്ക് പോവുകയാണ്, ഇക്കുന് ഡ്യൂട്ടിക്ക് പോകണം. പിന്നെ അങ്ങനെ ഇക്കുന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ ഇക്കുനെ വിട്ടു. ഇമ്മുവിനെ കാണാതെയാണ് കേട്ടോ ഇക്ക് പോകുന്നത്. ഇമ്മു കണ്ട പിന്നെ അവിടെ വീണ്ടും സീനാക്കും. പിന്നെ ഇക്കുനെയൊക്കെ പറഞ്ഞതിന് ശേഷം മോന് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. ഇന്ന് ഗോതമ്പ് ദോശയും മീൻകറിയാണ് കേട്ടോ. അപ്പം ഗോതമ്പ് പുട്ടുകൊണ്ട് നമ്മൾ രാത്രി കാപ്പിയാണ് കേട്ടോ. എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ ചോറാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കാപ്പിയാണ്. അങ്ങനെ അത് ശീലമായി. പിന്നെ രാത്രി കാപ്പിയെ കുടിക്കത്തുള്ളൂ, ചോറൊന്നും കഴിക്കത്തില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ. എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ എല്ലാം ഉൾപ്പെടുത്തി വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനിയും വേറെ വീഡിയോ ഒക്കെ വരുന്നതാണ്, എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്. പിന്നെ എൻ്റെ ഫോണിൻ്റെ ക്യാമറയ്ക്കൊക്കെ ക്ലാരിറ്റി കുറവാണ്. അപ്പം നിങ്ങളതെല്ലാം ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.